സോ കീം 2024 റിസൾട്ട് വന്നിട്ടുണ്ട്. ഹൗ ടു ചെക്ക് യുവർ സ്കോർ കാർഡ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സീൻ്റെ വെബ്സൈറ്റിൽ പോകലാണ്. അതിന് www.cee.kerala.gov.in അടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കീം 2024 റിസൾട്ട് എന്ന് ഗൂഗിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഒരു കാര്യം കൂടി പ്രത്യേകം പറയാം, വൈഫൈ യൂസ് ചെയ്യുക. കാരണം വൈഫൈ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ട്രാഫിക് കുറയ്ക്കാനാണ്. പലർക്കും ഇപ്പോൾ അടിച്ചാൽ വരില്ല, കാരണം എല്ലാവരും ഒരുമിച്ച് നോക്കുമ്പോൾ നല്ല ട്രാഫിക് ഉണ്ടാവും. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, ക്യാപ്ച കോഡ് ഇത് മൂന്നും വളരെ കൃത്യമായിട്ട് അടിക്കുക. ക്യാപിറ്റൽ സ്മോളൊക്കെ നോക്കി കൃത്യമായിട്ട് അടിച്ച് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റിസൾട്ട് കൃത്യമായിട്ട് നോക്കുക. ആദ്യം നിങ്ങൾ വളരെ കൂളായിട്ട് നോക്കുക. പോസിറ്റീവ് നെഗറ്റീവ് റിസൾട്ടൊക്കെ പലർക്കും ഉണ്ട്. അപ്പോൾ ചിലർ ആഗ്രഹിച്ച റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, ചിലർ വിചാരിച്ചാലും കുറവുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കൃത്യമായിട്ട് കാണണം, അവസാനം വരെ കാണണം. അതിനുശേഷം ഞാൻ പറയാം, നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ കൃത്യമായിട്ട് ഡൗൺലോഡിങ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അത് കൃത്യമായി ഇത്രയും പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് നിങ്ങൾ റിസൾട്ട് നോക്കേണ്ടത്. അവന് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, റിസൾട്ടും +2 മാർക്കും ഞാൻ നോക്കട്ടെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ആരും ടെൻഷൻ അവിടെ റാങ്ക് ലിസ്റ്റും +2 മാർക്കൊക്കെ ഇനി വരെ കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ അതിന് കൃത്യമായി കുറേ പ്രൊസീജിയേഴ്സും ചെയ്യണം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് കമൻറ്റ് ചെയ്യുക. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷത്തെ അറിയണം. അതേപോലെ തന്നെ കീമിൻ്റെ പുതിയ അപ്ഡേറ്റ്സ്, കീമിൻ്റെ കോളേജ് പ്രെഡിക്ടർ, ഇതൊക്കെ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏത് കോളേജ് കിട്ടുന്നുള്ള കാരണം പല ഡൗട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വാട്സപ്പ് ബോട്ടാണ് കോളേജ് ദോസ്ത്. അതിന് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കീമിന് വേണ്ടിയിട്ട്. സോ കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൽ എത്താൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അടിച്ച് നിങ്ങളൊരു അപ്രോക്സിമേറ്റ് റാങ്ക് അടിക്കുക. നിങ്ങൾക്ക് തൽക്കാലം ഏത് റാങ്ക് കിട്ടുന്നു അത് അടിച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏത് കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് കാണിച്ചു തരും. കാരണം ആ റാങ്ക് അനുസരിച്ച് ഏത് കോളേജാണ് ലാസ്റ്റ് ചെയ്യുന്നത്. സോ വളരെ സിമ്പിൾ പ്രോസസ്സാണ്. സോ കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്താൽ കോളേജ് ദോസ്തിൻ്റെ വാട്സപ്പ് ബോട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പലർക്കും റിസൾട്ട് വന്നിട്ടുണ്ടാവും. സോ അവർക്ക് കൂടി വേണ്ടിയിട്ടൊരു കാര്യമാണ് പറയുന്നത്. ഇത് കീം 2024 വന്ന റിസൾട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഈ വർഷം പോലെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കീമിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ടാവും റിസൾട്ട്, നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച സ്കോർ കിട്ടാതിരിക്കുക. നിങ്ങൾ ആരും ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കരുത്. ഞാൻ പേഴ്സണലി നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വളരെ ആലോചിക്കേണ്ട കാര്യം, ഇനി +2 മാർക്ക് ആഡ് ചെയ്യേണ്ട. അവിടെ ഹ്യൂജ് ഡിഫറൻസ് വരും. ഓക്കെ, ഹ്യൂജ് ഡിഫറൻസ് അവിടെ ഉണ്ടാക്കും എന്തായാലും. ആ ഡിഫറൻസും പിന്നെ റാങ്ക് വരുമ്പോൾ അവിടെയും ചെറിയ സ്റ്റാൻഡർഡൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ +2 മാർക്ക് ആഡ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു റാങ്ക് വരുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ +2 മാർക്ക് നല്ല ഫുൾ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ കീമിന് കുറച്ച് മാർക്കാണെങ്കിൽ അവർക്ക് റാങ്ക് കൂടാനാണ് പൊതുവേ ചാൻസ് കൂടാറ്. 50% എടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ റേഷ്യോ കണക്കും വരുമ്പോൾ അങ്ങനെയാണ് വരാറ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റാങ്ക് വന്നിട്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനിയിപ്പോൾ റാങ്ക് വന്നാൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കോളേജ് നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ റാങ്ക് അനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് കോളേജ്. അപ്പോൾ നിങ്ങളെല്ലാവരും ടെൻഷൻ അടിക്കാതെ വിഷമിക്കാതെ കൂളായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതിനോ നിങ്ങൾക്ക് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കൂളായിട്ട് ഇരിക്കാൻ നോക്കുക. മാക്സിമം നമ്മുടെ ചാനൽ കൂടെ തന്നെ ഉണ്ടാവും, എല്ലാ വീഡിയോസും ഇവിടെ തന്നെ വരും. സോ കൃത്യമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സോ എന്ത് ഡൗട്ടിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. It's for you, not for me.